ഹലോ ഗായ്സ്, നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ടാണേ. അപ്പോൾ നമ്മളിന്നൊരു ഹൗസ് വാമിങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അനിയൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. തിരക്കിലാണെങ്കിലും മീനൂസ് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. ഇതാണ് കയറി ചെല്ലുന്ന ഹാള്. അടുത്ത് തന്നെ ഒരു കോട്ടിയാടുണ്ട്. ഈ ഊഞ്ഞാലാട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പരസ്പരം കണ്ടതിൻ്റെ സന്തോഷത്തിലിരിക്കണേ. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ചെറിയ അനിയൻ്റെ മോളാണ് കേട്ടോ, തത്വ. 40 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോൾക്ക്. അപ്പോൾ ഏട്ടനാണ് അടുത്ത് വന്നിരിക്കണം. ഞാനും ഏട്ടയും മോളെ കൊഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നല്ല അടിപൊളി വീടായിരുന്നു കേട്ടോ. ചെറിയൊരു പൂജാ റൂം, നിറയെ കൃഷ്ണനാണ്. അതിന് കുറേ കൃഷ്ണൻ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ബെഡ്റൂം അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇതാണ് കിച്ചൺ, നമ്മുടെ മോഡേൺ കിച്ചണാണ്. തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. പിന്നെ അപ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് അവൻ ഇപ്പോൾ ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല, കാരണം അവർ ചെറിയ ഫാമിലിയാണല്ലോ. പിന്നെ അവരിവിടെ അല്ല താമസം, അതുകൊണ്ട് തന്നെ അപ്സ്റ്റേഴ്സ് എടുത്തിട്ടില്ല, ബെഡ്റൂം എടുത്തിട്ടില്ല. മോനിരുന്ന് ആടിക്കൊണ്ടിരിക്കുക ഊഞ്ഞാലിൽ കേട്ടോ. അതിനുശേഷം അവൻ എനിക്ക് മോന് കിടന്നുറങ്ങിയിട്ടുള്ള ഫോട്ടോ, ഊഞ്ഞാലിൽ തന്നെ ഉറങ്ങിയ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അപ്സ്റ്റേഴ്സ് വരുന്നത്. അവിടെ ജസ്റ്റ് ഒരു വരാന്ത പോലുള്ളൊരു ഓപ്പൺ സ്പേസാണ്. നല്ല വ്യൂ ആണേ. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല പാടം, നല്ല പച്ചപ്പ് വിരിച്ച പാടം, നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു അടിപൊളി വീടായിരുന്നു. പുതിയൊരു സ്റ്റൈലിലുള്ള വീട്. അവിടെ നമ്മൾ ഓപ്പൺ സ്പേസിൽ പോയി ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല സുഖമായിട്ട് നമുക്കിനെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാം, റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം. അങ്ങനെ നല്ലൊരു സ്പേസായിരുന്നേ. ഞാൻ നമ്മുടെ തത്വക്കുട്ടിയെ വെച്ച്, മാധുവിനെ ഞങ്ങൾ വിളിക്കുന്നത്, മാധൂട്ടീനെയും വെച്ച് ഞാനും മീനൂസും മാധുവും ഒരു റൂമിൽ തന്നെയായിരുന്നു. നല്ല ചൂടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ മോളെയും കൊണ്ട് റൂമിലേ ഇരുന്നു കേട്ടോ. ഞാൻ അവിടെ താഴെ വെച്ചിട്ടില്ല എന്തായാലും, കാരണം എനിക്കവിടെ കുറച്ച് നേരമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവളെ എടുത്ത് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ 3 പേരും. പിന്നീട് ഞങ്ങളെല്ലാവരും കൂടെ, എൻ്റെ നാത്തുമാരും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴും എൻ്റെ കയ്യിൽ മോളുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ച ഓരോ കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടാറുള്ളൂ. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അതിനുശേഷം നമുക്ക് വരുന്നത് ചെറിയ സദ്യയാണ്. ഉച്ചയ്ക്ക് നമ്മൾ സദ്യയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവരും സദ്യ കൊണ്ട് പിരിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 2 മണി ആകുമ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.